ശോഭയേറും വിൺപുഴിയിൽ ഞാൻ കേൾക്കും നാഥനിമ്പസ്വരം ദൂരമോ വിദൂരമല്ല. സുഭാഷിതം. മേലാൽ സംഭവിപ്പാനുള്ളത് ദർശിച്ചുകൊണ്ടിരിക്കുകയാണ് യോഹന്നാൻ വെളിപ്പാട് പുസ്തകം 14 അധ്യായത്തിലും. ദൈവത്തിന്റെ വിജയത്തിന്റെയും മൃഗത്തിന്റെ അഥവാ എതിർ ക്രിസ്തുവിന്റെ പരാജയത്തെയും 14 അധ്യായം ചിത്രീകരിക്കുന്നു. 14 അധ്യായത്തിന്റെ 13 വാക്യത്തിൽ ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ എന്ന് എഴുതിയിരിക്കുന്നു. ഭൂമിയിൽ ജനിച്ച മനുഷ്യരെല്ലാവരും മരിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. മനുഷ്യന് ശാരീരിക മരണമുണ്ടായാലും തന്റെ ആത്മാവ് അമർത്യമാണെന്ന് പരക്കെ വിശ്വസിക്കുന്നു. ഈ ആത്മാവിന് എന്ത് സംഭവിക്കുമെന്നോ എവിടെയാണ് പോകുന്നതെന്നോ പലർക്കും ഒരു നിശ്ചയവുമില്ല. മരണത്തെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചും ആധികാരികമായി രേഖപ്പെടുത്തിയിരിക്കുന്ന പുസ്തകമാണ് വേദപുസ്തകം. മനുഷ്യർ ഏതു വിധത്തിൽ മരിച്ചാലും അവരെ 2 കാറ്റഗറിയിലാണ് ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 1 പാപത്തിൽ മരിക്കുന്നവർ, 2 കർത്താവിൽ മരിക്കുന്നവർ. 13 വാക്യം പൂർണ്ണമായി വായിക്കുന്നു. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു. അത് പറഞ്ഞത്, എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. അതെ, അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു. അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരുന്നു എന്ന് ആത്മാവ് പറയുന്നു. Then I heard a voice from heaven saying to me, Write, Blessed are the dead who die in the Lord from now on. Yes, says the Spirit, that they must rest from their labors, and their works follow them. ഇവിടെ ഇത് എഴുതിയിരിക്കുന്നതിന്റെ സന്ദർഭം 9 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നു. മൃഗത്തെയും അതിന്റെ പ്രതിമയെയും നമസ്കരിച്ച് അതിന്റെ മുദ്ര ഏൽക്കുന്നവൻ ഭയങ്കരമായ ദണ്ഡനം അഗ്നിഗന്ധകങ്ങളിൽ അനുഭവിക്കേണ്ടി വരും എന്നുള്ള ഗൗരവമേറിയ മുന്നറിയിപ്പ് ദൂതൻ നൽകുന്നു. ദൈവകൽപ്പനയും യേശുവിങ്കലുള്ള വിശ്വാസവും കാത്തുകൊള്ളുന്ന വിശുദ്ധന്മാരുടെ സഹിഷ്ണുതയുടെ ആവശ്യവും ദൂതൻ വിളംബരം ചെയ്യുന്നു. എക്കാലത്തുമുള്ള ദൈവമക്കൾ യേശുവിലുള്ള വിശ്വാസവും ദൈവത്തിന്റെ കൽപ്പനയും കാത്തുകൊള്ളേണ്ടതാകുന്നു. കർത്താവിൽ മരിക്കുന്ന ഓരോ വിശ്വാസിക്കും ഇരട്ടി ഉറപ്പുള്ള അനുഗ്രഹമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കർത്താവിൽ ജനിച്ച് കർത്താവിൽ ജീവിക്കുന്നവർക്ക് മാത്രമേ കർത്താവിൽ മരിക്കുവാൻ കഴിയുകയുള്ളൂ. ആദാമിന്റെ പാപം കാരണം എല്ലാ മനുഷ്യരും പാപികളായി തീർന്നു. മനുഷ്യന്റെ യാതൊരു പ്രവർത്തനങ്ങൾ കൊണ്ട് അവന് പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ കഴിയുകയില്ല. മനുഷ്യൻ പാപത്തിൽ നശിച്ചു പോകാതിരിക്കേണ്ടതിന് ദൈവം അവനു വേണ്ടി ചെയ്തത് യോഹന്നാൻ 3:16 എഴുതിയിരിക്കുന്നു. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. റോമർ 5:8 എഴുതിയിരിക്കുന്നത്, ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ നശിച്ചു പോകുകയില്ല, അവർ നിത്യജീവനിലെത്തും. യോഹന്നാൻ 6:47 എഴുതിയിരിക്കുന്നത്, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. പൗലോസ് അതിങ്ങനെ എഴുതിയിരിക്കുന്നു, ഏകന്റെ ലംഘനത്താൽ മരണം ആ ഏകൻ നിമിത്തം വാണുവെങ്കിൽ കൃപയുടെയും നീതിദാനത്തിന്റെയും സമൃദ്ധി ലഭിക്കുന്നവർ യേശു ക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷ പ്രാപിക്കാത്തവരാണ് പാപത്തിൽ ജീവിക്കുന്നവർ. അവരാണ് പാപത്തിൽ മരിക്കുന്നതും. യേശുവിൽ വിശ്വസിക്കുകയും ദൈവകൽപ്പന കാത്തുകൊള്ളുകയും ചെയ്യുന്നവർ പാപസംബന്ധമായി മരിച്ചവരും ക്രിസ്തു യേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരുമാകുന്നു. അവരാണ് കർത്താവിൽ നിന്ന് ജനിച്ചവർ. അവരുടെ ജീവിതം കർത്താവുമായിട്ടാകുന്നു. അങ്ങനെയുള്ളവർ കർത്താവിൽ മരിക്കുന്നു. അവർ ഭാഗ്യവാന്മാരുമാണ്. എന്തുകൊണ്ടാണ് അവർ ഭാഗ്യവാന്മാരായി തീരുന്നത്? ദൈവം അവരെ വിശ്രമത്തിലേക്ക് വിളിക്കുന്നു.
ഭൂമിയിലായിരുന്നപ്പോൾ അവർ ധാരാളം അധ്വാനിക്കേണ്ടി വന്നു. കഷ്ടവും പ്രയാസവും ബുദ്ധിമുട്ടും അവർ അനുഭവിച്ചു. രോഗം, ദുഃഖം, പട്ടിണി, പൈതാഹം, ഇങ്ങനെ നിരവധി കാര്യങ്ങൾ പറയുവാനുണ്ട്. കർത്താവിൽ മരിച്ചപ്പോൾ അവർ കർത്താവിനോടുകൂടെ സ്വർഗരാജ്യത്തിലെത്തിയിരിക്കുന്നു. തന്നെയുമല്ല, അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരുന്നു. അതിന്റെ അർത്ഥം മറ്റൊന്നല്ല, ഈ വിശുദ്ധന്മാർ ചെയ്ത പ്രവൃത്തികളുടെ പ്രതിഫലം സ്വർഗത്തിൽ ലഭിക്കുന്നു. എബ്രായർ ലേഖനം 6-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും ശുശ്രൂഷിക്കുന്നതിനാലും തന്റെ നാമത്തോട് കാണിച്ച സ്നേഹവും മറന്നു കളയുവാൻ തക്കവണ്ണം അനീതിയുള്ളവനല്ല. തന്നെയുമല്ല, പുനരുത്ഥാനം പ്രാപിച്ച് ക്രിസ്തുവിനോടുകൂടെ എന്നുമെന്നും ജീവിക്കുന്നത് കർത്താവിൽ മരിക്കുന്ന വൃതന്മാരാകുന്നു. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇന്ന് മരിക്കുകയാണെങ്കിൽ ഏത് മരണത്തെ സ്വീകരിക്കേണ്ടി വരുമെന്ന് ചിന്തിച്ചാൽ കൊള്ളാമായിരുന്നു. പാപത്തിൽ മരിക്കാതെ കർത്താവിൽ മരിക്കുവാൻ എല്ലാവർക്കും ഇടയാകണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. God bless you all with these words.